ചിറ്റാരിക്കൽ അത്തിയടുക്കം ജനവാസ മേഖലയിലെ 48 ഏക്കർ പ്രദേശത്ത് തുടർച്ചയായ രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വനാതിർത്തിയോട് ചേർന്നുള്ള കൃഷിയിടങ്ങളിലാണ് ആനക്കൂട്ടം നാശം വിതച്ചത്. മാത്തിൽ വടവന്തൂർ സ്വദേശി പെരിങ്ങേത്ത് രാജന്റെ കൃഷിയിടത്തിലെ നിരവധി തെങ്ങുകൾ, വാഴകൾ, കമുകുകൾ എന്നിവയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. തുടർച്ചയായ ദിവസങ്ങളിൽ കാട്ടാനകൾ കൃഷിയിടങ്ങളിലെത്തുന്നത് പ്രദേശവാസികളിൽ കടുത്ത ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. വനാതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള വൈദ്യുതി വേലി പരിപാലനമില്ലാത്തതിനാൽ പ്രവർത്തനരഹിതമായിരിക്കുകയാണെന്നും ഇതുമൂലമാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എളുപ്പത്തിൽ കടന്നു വരുന്നതെന്നും നാട്ടുകാർ പറയുന്നു. കാട്ടാനശല്യം കാരണം ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആളുകൾക്കൊന്നും രാത്രിയൊന്നും പകലൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലാണുള്ളത്. ഫോറസ്റ്റുകാരാണെങ്കിലും വന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നതല്ലാണ്ട് അവർ കറണ്ട് ശരിയാക്കാനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനോ വൈകിട്ട് വരാനോ ആനയും ഓടിക്കാനൊന്നും തയ്യാറായിട്ടില്ല ഇതുവരെ. നാട്ടുകാർക്ക് തീരെ ബുദ്ധിമുട്ടാണ്. രാത്രിയാണെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. ഭയങ്കര ഇരുടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് റോഡേ പോകുന്നവർക്കും ബുദ്ധിമുട്ട്. ആന നിന്നാലും കാണില്ല. ആനശല്യം കാരണം തീരെ രക്ഷയില്ലാത്തൊരവസ്ഥയാണ്. കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ജീവനും സ്വത്തിനും സുരക്ഷയില്ലാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. വൈദ്യുതി വേലി അടിയന്തരമായി പ്രവർത്തനക്ഷമമാക്കുകയും കാട്ടാനശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.